വാർത്തകൾ വിശദമായി. വ്യാപാര ഭവൻ ഉദ്ഘാടനവും മർച്ചന്റ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷവും 8 മുതൽ 14 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പത്തനപുരം മർച്ചന്റ് അസോസിയേഷന്റെ സുവർണ ജൂബിലി ആഘോഷവും വ്യാപാര ഭവൻ ഉദ്ഘാടനവും ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിർവഹിക്കും. പല നല്ല കാര്യങ്ങളും കഴിഞ്ഞ 50 വർഷമായിട്ട് മർച്ചന്റ് അസോസിയേഷൻ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആരംഭം കുറിച്ച് 1961 ആരംഭം കുറിച്ചു. ഇത് 50ാമത്തെ വർഷമാണ്. ഈ 50ാമത്തെ വർഷം ഇതിൻ്റെ സുവർണ ജൂബിലി സമുചിതമായി ആഘോഷിക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യാപാര ഭവൻ്റെ പണി പൂർത്തിയായി. അതിൻ്റെ ഉദ്ഘാടനം നവംബർ 14-ാം തീയതി ഞായറാഴ്ച വൈകിട്ടാണ് നിർവഹിക്കുവാനായിട്ട് ഉദ്ദേശിച്ചത്. 8-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് പതാക പ്രയാണം കല്ലുംകടവിൽ നിന്നും ആരംഭിച്ച് നെടുമ്പറമ്പ് വഴി ടൗണിൽ എത്തിച്ചേരും. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് യൂണിറ്റ് രക്ഷാധികാരി പി കാർത്തികേയൻ നായർ പതാക ഉയർത്തും. വെള്ളിയാഴ്ച നടക്കുന്ന കുടുംബസംഗമം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വി ദുരൈസ്വാമിയുടെ അധ്യക്ഷതയിൽ റിട്ടയർഡ് ഗവൺമെന്റ് സെക്രട്ടറി പി സി സനൽകുമാർ നിർവഹിക്കും. 14-ാം തീയതി ഞായറാഴ്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന സ്വീകരണം അബ്ദുൽ നവാസിന്റെ അധ്യക്ഷതയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നാസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മേഖലാ സമ്മേളനത്തിൽ പുനലൂർ മേഖലാ പ്രസിഡന്റ് എസ് നൌഷറുദ്ദീൻ അധ്യക്ഷത വഹിക്കും. വൈകിട്ട് 5:30 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ രാജൻ അധ്യക്ഷത വഹിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ജെ.എം. തോമസ് ഐസക് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വ്യാപാര ഭവൻ ഉദ്ഘാടനം ടി നാസറുദ്ദീൻ നിർവഹിക്കും. വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കെ ബി ഗണേഷ് കുമാർ എം.എൽ.എ. നിർവഹിക്കും. സ്മരണിക പ്രകാശ് ബാബു എം.എൽ.എ. പ്രകാശനം ചെയ്യും. പത്തനപുരം പ്രസ് ക്ലബ്ബ് ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ രാജൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം, മുൻ പ്രസിഡന്റ് കാർത്തികേയൻ നായർ, ഭാരവാഹികളായ ചന്ദ്രശേഖരൻ നായർ, ഏർവാടി നവാസ്, വി ദുരൈസ്വാമി, എ.എം.ആർ. റഷീദ്, ജോർജ് കുട്ടി, നാസർ, മുഹമ്മദ് അലി എന്നിവർ പങ്കുകൊണ്ടു.